ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബാഗ് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ കഴിയുന്ന ബാഗുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഏത് ബാഗ് തയ്ക്കുകയാണെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പേപ്പറിൽ ഒരു ഷേപ്പ് വെട്ടിയെടുത്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ബോർഡറും ചെയിൻ കട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ട്സാണ്, ഞാൻ ഫസ്റ്റ് ബാഗിൻ്റെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചാണ് ഏത് ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് സാധാരണ നമ്മളെ തുണികളിലാണ് ഫസ്റ്റ് അടിച്ച് പഠിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഏകദേശം നന്നായി എയിമായി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നമ്മൾ റെക്സിന് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതേപോലത്തെ ഷേപ്പുകൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഷേപ്പിൽ മുകളിലും താഴെയായിട്ട് ഓരോരോ മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലത്തെ 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ സാധാ സിംഗിൾ മെഷീനിലാണ്. നിങ്ങൾ എന്താക്കണം, അത് കുറച്ചും കൂടി ഒരു 18ൻ്റെ സൂചിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ളതൊക്കെ അടിക്കാൻ കഴിയും. സിമ്പിളായിട്ട് തന്നെ ബാഗ് നിർമ്മിക്കാൻ കഴിയും. പിന്നെ ബാഗ് റെക്സിനിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ഗോൾഡൻ സൂചിയാണ് വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുന്നവരാണെങ്കിൽ സാധാ നമ്മളെ വീട്ടിലുള്ള തുണി കൊണ്ടാണ് കേട്ടോ അടിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിപ്പോൾ തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതേപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. ആ കട്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ഭാഗത്ത് അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തുണിയിലാണെങ്കിൽ ഇതേപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ട് ഭാഗം കറക്റ്റ് ഒരു ലൈനിങ്ങിൻ്റെ പീസ് അടിയിൽ വെച്ചിട്ട് അത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അത് ആ ഫ്രണ്ട് ഭാഗം അതിലേക്ക് കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോക്കറ്റായി. ഫ്രണ്ട് പോക്കറ്റിൽ നമ്മൾ സിബ് ഒന്നും കൊടുക്കുന്നില്ല. ഇതിൽ മെയിനിന് മാത്രമേ ഉള്ളൂ സിബ് കൊടുക്കുന്നത്. ഇത് കുഞ്ഞി ബാഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒറ്റ സിബിൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ഫ്രണ്ടിലും ആണെങ്കിൽ ഈ പോക്കറ്റിന് പകരം സിബും ആണെങ്കിൽ സിബും കൊടുക്കാം. ഞാൻ സിബ് എന്തായാലും ഇതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ചെയിൻ കട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെയിൻ കട്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഈ നിങ്ങൾ ഈ പേപ്പറിൽ വെട്ടിയെടുത്ത ഷേപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് നമ്മൾ ആ ഷേപ്പിൽ വെച്ചിട്ടാണ് അളവ് എടുക്കേണ്ടത്. എനിക്ക് കിട്ടിയ അളവ് ചെയിൻ കട്ടിൻ്റെത് 9ഉം അതേപോലെ തന്നെ ബോർഡറിൻ്റെത് 16ഉമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയിൻ കട്ട് 9 വെച്ചിട്ട് ഇതേപോലെ ഒരു സിബ് അടിച്ചിട്ട് അതിൽ റണ്ണർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബോർഡറാണ് തയ്യാറാക്കുന്നത്. ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇഞ്ചിനാണ് ഞാൻ ജോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 4 ഭാഗത്തും ഇതേപോലെ മാർക്ക് ഇടണം കേട്ടോ. ഇതേപോലെ 4 ഭാഗത്തും മാർക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ മാർക്കും ഒപ്പമായി വരണേ. ഇത് കണ്ടില്ലേ, ഞാൻ ഈ സിബിൽ ചെയ്ത മാർക്കും മുകളിലത്തെ മാർക്കും തമ്മിൽ കറക്റ്റായി വന്നാൽ മാത്രമേ ബാഗ് കറക്റ്റ് ഷേപ്പിൽ നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നമ്മളെ ചാനലിൽ ഇനി നമ്മൾ ബാഗ് നിർമ്മാണത്തിൻ്റെത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഭാഗമാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് അതിൽ ചെറിയൊരു പീസ് മടക്കി അടിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് കൊളുത്താനുള്ള 2 ബക്കിളും കൊടുത്തിട്ടുണ്ട്. ഇത് അടിയിൽ ഒരു വശത്തും പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലും മുകൾ വശത്തുമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ബാക്ക് ഭാഗത്തുള്ള പാർട്സിലാണ്. ഫ്രണ്ട് പാർട്സ് നമ്മൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്സും ബാക്ക് പാർട്സും തമ്മിൽ ജോയിൻ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ജോയിൻ്റ് ചെയ്ത് മറിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുഞ്ഞി ബാഗായിട്ട് ഇതൊക്കെ നമുക്ക് മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഈസിയാണ്. ഇതേപോലത്തെ ബാഗുകളാണ് ഇനി ഫസ്റ്റായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ വലിയ ബാഗുകളിലേക്ക് മാറിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ബാഗ് നിർമ്മിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം.